OBC പിന്നോക്ക വിഭാഗത്തെ അവരെ ചേർത്ത് പിടിക്കുന്ന മുന്നോക്ക അവസ്ഥയിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ജനിച്ച മണ്ണിൽ ജീവിക്കണം. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ പ്രധാന ആഗ്രഹമെന്നുള്ളത് ഇവിടെ ജനിച്ച നമ്മൾ ഇവിടെ തന്നെ മരിക്കണമെന്നുള്ളതാണ്. ഇത് പൊതുജനം കഴുതയല്ല സാർ എന്ന് പറയുന്നത് പോലെ ഇത് പൊതുജനങ്ങളൊക്കെ ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കും. ഓരോ ഭരണങ്ങൾ കടന്നു വരുമ്പോഴും ആ ഭരണങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് കണ്ടിൽ നിന്ന് നരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ജനസമൂഹം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവരെ OBC വിഭാഗത്തിൽപ്പെട്ട ഇവരെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പേര് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കൂട്ടത്തിലാണ്. അവരെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോകുന്നത് തന്നെ വളരെ ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. എല്ലാവരെയും സഹിഷ്ണുതയോടെ, സൗഹൃദത്തോടെ, ഐക്യത്തോടെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു മാനവികതയാണ്. ഖുർആനും ബൈബിളും രാമായണവും പരിശോധിച്ചാൽ തന്നെ വ്യക്തമായി അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാത്മജിയും അത് തന്നെയാണ് സമൂഹത്തിന് അഭിസംബോധന ചെയ്തത്. അതുകൊണ്ടല്ലേ ക്രൂരന്മാർ അദ്ദേഹത്തെ ഉന്നം വച്ചത്. നന്മ പറയുന്നവരെ ഉന്നം വയ്ക്കാൻ കൂടെ പിശാചുക്കളുണ്ട് എന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? നല്ലത് പറയുന്നവരെ, നന്മ മാത്രം പറയുന്നവരെ, നല്ല പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവരെ, സഹായങ്ങൾ ചെയ്യുന്നവരെ, അവരെക്കുറിച്ചാണ് എന്ത് പറയണമെന്ന് കാത്തിരിക്കുന്ന കഴുകന്മാരുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു പരിപാടി ദിലീപൻ സാറ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംഘടന. ഇത് വളർന്ന് പന്തലിച്ച് ബഹുമാന്യനായ സ്വാമിജിയുടെ കരം കൊണ്ട് ഉദ്ഘാടിച്ച് പ്രമുഖരായ ഫാദർ ഇവിടെ ഉള്ള ഒരുപാട് ഫാദർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇവരെല്ലാം പ്രമുഖരാണ്. ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിലിരിക്കുന്നവരെല്ലാം പ്രമുഖരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യനാവുക എന്നുള്ളതാണ്, പച്ചയായ മനുഷ്യനാവുക എന്നുള്ളതാണ്. സൗഹൃദത്തോടു കൂടി തന്നെ എല്ലാവരെയും സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നതാണ് ഈ ഒരു ഒരുമിച്ച് കൂടലിൻ്റെ ലക്ഷ്യമെന്നുള്ളത്. ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ കോളേജിൽ നിതിൻ രാജ് എന്ന് പറയുന്ന പൊന്നുമോനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ ക്രൂരമായി അവൻ്റെ മനസ്സിൽ ക്രൂരന്മാരുടെ ഒളിയമ്പകൾ അവൻ്റെ നെഞ്ചിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ അവൻ ഇല്ലാതായി മാറി. എന്ത് കിട്ടി ഇങ്ങനെയുള്ള കഴുകന്മാർക്ക്? ഇങ്ങനെയുള്ള പാവങ്ങളായ മക്കളെ കുരുതി കൊടുത്തിട്ട് എന്തറിവാണ് ഇവനൊക്കെ ലോകത്ത് പഠിപ്പിക്കുന്നത്? സ്കൂളുകളായാലും കോളേജുകളായാലും കുട്ടികളോട് പറയാൻ അറയ്ക്കുന്ന, വെറുക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന, നല്ല വാക്കുകൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചിറങ്ങുന്ന അധ്യാപകരുടെ വായിൽ നിന്ന് വരുന്ന നെറുകളിക്കുന്ന വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനസ്സിലാക്കണം. ഒരു കുടുംബത്തിനെ വല്ലാതെ, കുടുംബത്തിന് മാത്രമല്ല ലോകം മുഴുവനും കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമല്ലേ അത്? ഇതൊക്കെ ഇവിടെ ഈ ഒരു ക്രൂരമായ കാര്യങ്ങൾ ഇവിടെ ഒഴിവാകണം. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ എല്ലാവരിൽ നിന്നും അതിൻ്റെ ഇതുപോലുള്ള സംഘടനകൾ
നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ പാറിപ്പറന്ന പതാക, ആ ഒരു കൊടി ലോകം മുഴുവനും അത് പാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.